ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുരിങ്ങയിലയാണ്. മുരിങ്ങയില കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാൻ അതിനായിട്ട് 3 സ്പൂൺ പരിപ്പ് കുതിർത്തു. പിന്നെ മുരിങ്ങയില ഇതിൻ്റെ ഇലയൊക്കെ നുള്ളിയെടുക്കണം. അതിലേക്ക് തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ അരച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. പരിപ്പ് നല്ലോണം വെന്തിട്ടിട്ട് ഇതിലേക്ക് എടുത്തു വെച്ച മുരിങ്ങയില ഇടുകയാണ്. നല്ല ഫ്രഷ് മുരിങ്ങയില കേട്ടോ. അത് നല്ലോണം കഴുകുകയും വേണം. അപ്പം ഇലേൻ്റെ മുകളിലൊക്കെ ചെറിയ പ്യൂപ്പാന്നൊരു സംഭവം ഉണ്ടല്ലോ, പുഴുവിൻ്റെ, അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മഞ്ഞിൻ്റെ സമയമാണല്ലോ, അതുകൊണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പാണ്. ഇത് ഓരോരുത്തർക്ക് സൗകര്യത്തിന് പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒരൊറ്റ വിസിൽ വരണം കേട്ടോ. ഒന്ന് വെന്തോട്ടെ. കറിയിലേക്ക് വേണ്ട തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങയുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു ടീസ്പൂൺ ജീരകം, ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിക്കണം. ഇല ഒന്ന് വെന്ത് കഴിഞ്ഞു. അതിലേക്ക് തേങ്ങ അരച്ചത്, കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ അരയ്ക്കുമ്പോൾ. തേങ്ങ നന്നായി അരയണം. ഒന്ന് തിളക്കട്ടെ. കറി ഒന്ന് തിളച്ചു. ഇതിലേക്കുള്ള വറവ് റെഡിയായി. ഞാൻ വറവാക്കി കൊണ്ടുവന്നതാണ് ഗ്യാസുമേൽ വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് വറ്റൽമുളക് ഇടുക, കറിവേപ്പില ഇടുക. അടിപൊളി മുരിങ്ങയിലക്കറി റെഡിയായി. നല്ല കുറുകിയ കറിയാണ്. കണ്ട, ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇല കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി രുചിയാണ്. ബൈ.